ഹായ് നമസ്കാരം, എല്ലാവർക്കും ഈ കോഡ് ഓൺ PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്? മലയാള വ്യാകരണത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഭാഗമാണ് നാമം എന്നുള്ളത്. നാമത്തില് പല വേർതിരിവും അല്ലെങ്കിൽ അതിനെ വീണ്ടും ഘടകങ്ങളൊക്കെ ആക്കുന്നുണ്ട്. അപ്പൊ നാമം എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? നാമം എന്ന് വെച്ചാൽ എന്താ? നാമം എന്ന് വെച്ചാൽ പേരെന്നാണ് അർത്ഥം വരുന്നത്. എന്റെ പേര് എന്ന് പറഞ്ഞാൽ മനുപ്രിയ എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ നാമം എന്താ? മനുപ്രിയാണ്. എന്റെ കയ്യിലിരിക്കുന്ന ഒരു പേന, അത് ഒരു നാമമാണ് അല്ലെ? പേന എന്നുള്ളത് നാമമാണ്. അതുപോലെ തന്നെ എന്താണ്? ലാപ്ടോപ്പ് എന്നുള്ളത് നാമമാണ്. ക്യാമറ, അതും നാമമാണ്. അടൂര്, ചെന്നിത്തല, അങ്ങനെ പറയുന്ന പല സ്ഥലങ്ങളും എന്താണ്? നാമങ്ങളാണ്. അപ്പം എന്താണ്? പേരുകൾക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നാമങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പല അർത്ഥത്തിൽ പല രീതിയിൽ നമ്മൾ എന്താണ് വിഘടിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല തരത്തിൽ തിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഒരു വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ പേരായ ശബ്ദത്തെയാണ് നമ്മൾ നാമം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ പേരായ ശബ്ദത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നാമം എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഒക്കെ പറയുവാണെങ്കിൽ എങ്ങനെയൊക്കെ പറയും? മനു എന്ന് പറയുന്നത് എന്താണ്? ഒരു നാമമാണ്. പേന എന്ന് പറയുന്നത് ഒരു നാമമാണ്. മാവേലിക്കര എന്ന് പറയുന്നത് എന്താണ്? ഒരു നാമം, ഒരു സ്ഥലപ്പേരാണ്. മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലപ്പേരാണ്. അപ്പൊ എന്താണ്? അത് നാമമാണ്. മനസ്സിലായോ? അപ്പം മരം എന്ന് പറയുന്നത് എന്താണ്? ഒരു നാമമാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ശബ്ദത്തെ, ഒരു സ്ഥലത്തിന്റെയോ ഒരു വസ്തുവിന്റെയോ പേരായി വരുന്ന ഒരു ശബ്ദത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാമം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ നാമത്തെ വീണ്ടും നമ്മൾ എത്രയായിട്ട് തിരിക്കുന്നു? 4 ആയിട്ട് തിരിക്കുന്നു. 3 അല്ല, 4 ആയിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെ? ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം, സമൂഹനാമം. ഈ 4 വർഗീകരണം അല്ലെങ്കിൽ 4 ആയിട്ട് തിരിക്കുന്നത്. ഇവ ഓരോന്നും എന്താണ് നമ്മൾ മനസ്സിലാക്കണം അല്ലെ? ഇപ്പൊ എന്താണ് ദ്രവ്യനാമം, എന്താണ് ക്രിയാനാമം, എന്താണ് ഗുണനാമം, എന്താണ് സമൂഹനാമം? ഈ ദ്രവ്യം, ക്രിയ, സമൂഹം, ഇതിന്റെയൊക്കെ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ നമുക്ക് ആദ്യത്തെ എന്താണ്? ദ്രവ്യനാമം. അതെന്താ? ഏതെങ്കിലും ഒരു ദ്രവ്യം എന്ന് വെച്ചാൽ എന്താണ്? വസ്തു. നമ്മളില്ലേ, ഇതിന്റെയൊക്കെ മീനിങ് എന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ക്ലിക്കാവും. ഏതെങ്കിലും ഒരു ദ്രവ്യത്തിന്റെ പേരായ ശബ്ദമാണ്. അത് ജീവൻ ഉള്ളതോ ആകാം, ജീവൻ ഇല്ലാത്തതോ ആകാം. മനസ്സിലായോ? ഇത് ഏതെങ്കിലും ഒരു ദ്രവ്യത്തിന്റെ, ഒരു വസ്തുവിന്റെ പേരായ ശബ്ദത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ്രവ്യനാമം എന്ന് പറയുന്നത്. അത് ജീവനുള്ള വസ്തുവാകാം, ജീവൻ ഇല്ലാത്ത വസ്തുവാകാം. മനസ്സിലായി? ഇപ്പൊ മരം എന്ന് പറയുന്നത് എന്താണ്? ഒരു ജീവൻ വളർന്നു വരുന്ന ഒരു മരമാണ് അല്ലെ? ജീവനുള്ള ഒരു വസ്തുവാണ് മരം എന്ന് പറയുന്നത്. അതൊരു എന്താണ്? ദ്രവ്യനാമത്തിൽ പെടുന്നതാണ്. കല്ലെന്ന് പറയുന്നത് എന്താണ്? അത് ജീവനില്ലാത്തൊരു വസ്തുവാണ്. അതും എന്തിൽ പെടും? ദ്രവ്യനാമത്തിൽ പെടും. മനസ്സിലായോ? അപ്പം ഏതെങ്കിലും ഒരു ദ്രവ്യത്തിന്റെ അതായത് ദ്രവ്യം എന്ന് വെച്ചാൽ വസ്തുവിന്റെ, അത് ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആകാം. അങ്ങനെയുള്ള പേരായ ശബ്ദത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ്രവ്യനാമം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് അടുത്ത എന്താണ്? ഈ ദ്രവ്യനാമത്തെ വീണ്ടും നമ്മൾ പിന്നെ തിരിക്കുന്നുണ്ട്. എന്താ? സംജ്ഞാനാമമെന്നും സാമാന്യനാമമെന്നും മേയനാമമെന്നും സർവനാമമെന്നും നമ്മൾ ഈ ഒരു ദ്രവ്യനാമത്തെ തിരിക്കുന്നുണ്ട്. അപ്പൊ ദ്രവ്യനാമത്തെ നമ്മൾ വീണ്ടും 4 ആയിട്ട് തിരിക്കുന്നു. അതിലെ ഒന്നാമത്തെ സംജ്ഞാനാമം എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ പേരിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? സംജ്ഞാനാമം. നമ്മൾ പറഞ്ഞു ദ്രവ്യനാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വസ്തുവിനെ, അല്ലെങ്കിൽ ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയിട്ടുള്ള വസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ് ദ്രവ്യനാമം എന്ന് നമ്മൾ പറഞ്ഞു. അതിനെ നമ്മൾ വീണ്ടും ഘടകങ്ങളാക്കുമ്പോൾ ആദ്യത്തേത് സംജ്ഞാനാമം. അവിടെ പറയുന്നത് എന്താ? വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ പേരിനെ സൂചിപ്പിക്കുക. ഒരു വ്യക്തി, ഇപ്പൊ മനു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെയോ, ഇപ്പൊ മാന്നാർ എന്നോ മൂന്നാർ എന്നോ ഒക്കെ പറയുന്ന സ്ഥലത്തിന്റെയോ പേരിനെ സൂചിപ്പിക്കുന്നതാണ് സംജ്ഞാനാമം. ഒരു സംജ്ഞയെ സൂചിപ്പിക്കുന്ന, ഒരു സ്ഥലത്തെ, ഒരു വസ്തുവിനെ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സംജ്ഞാനാമം എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയില്ലേ? അപ്പൊ സാമാന്യനാമം, സംജ്ഞാനാമം കഴിഞ്ഞാൽ അടുത്ത സാമാന്യനാമമാണ്. സാമാന്യനാമത്തിൽ പറയുന്നത് എന്താ? പൊതുവായ ഒരു സമൂഹത്തെ കുറിക്കുന്ന നാമമാണ് സാമാന്യമായിട്ട് പറയുന്നത്. അത് പൊതുവായിട്ടുള്ള ഒരു സമൂഹത്തെ കുറിക്കുന്നതാണ് എന്താണ്?
സാമാന്യനാമം എന്ന് പറയുന്നത് ഒരു അധ്യാപകർ എന്ന് പറയുന്നത് ഒരു അധ്യാപകരോ രണ്ട് അധ്യാപകരും കൂടി ചേർന്നിട്ടുള്ളവരെയാണ് നമ്മൾ അധ്യാപകർ എന്ന് പറയുന്നത് അല്ലെ. അതെന്താണ് സാമാന്യനാമം. മനുഷ്യർ എന്ന് പറയുന്നത് എന്താണ്? ഒരാളെയോ രണ്ടു പേരെയോ അല്ല, ഒരു കൂട്ടം ആൾക്കാർ അവിടെ നിൽക്കുന്നത് നമ്മൾ പറയുന്നുണ്ട് ആ മനുഷ്യരെ കണ്ടോ എന്ന് പറയും. ആ മനുഷ്യർ എന്ന് പറയുമ്പം നമുക്ക് അറിഞ്ഞോ അറിയാത്തതോ ആയിട്ടുള്ള ഒരുപാട് പേരെ നമ്മൾ സൂചിപ്പിക്കുന്നതാണ് മനുഷ്യർ എന്നുള്ളത് അല്ലെ. അപ്പൊ അത് ഒരു സമൂഹത്തെ, ഒരു കൂട്ടത്തെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ മനുഷ്യർ എന്ന് പറയുന്നത്. അപ്പൊ ആ മനുഷ്യർ എന്നുള്ളത് എന്താണ്? സാമാന്യനാമത്തിൽ പെടും. അതുപോലെ പർവ്വതം ആ നമ്മൾ ഒരു 3-4 പർവ്വതം കാണുന്നു, അതിന് ഓരോ പർവ്വതത്തിൽ നമ്മൾ ഓരോ പേരിട്ട് വിളിക്കുമെങ്കിൽ പോലും പൊതുവായിട്ട് എന്തിനാ മല പോലെ ഇരിക്കുന്ന ആ ഒരു രൂപത്തെ നമ്മൾ എന്താ വിളിക്കുക? പർവ്വതങ്ങൾ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ മലകൾ എന്ന് വിളിക്കും അല്ലെ. അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമാന്യനാമം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അതായത് ഞാൻ പറയട്ടെ, ഇപ്പൊ എൻ്റെ കയ്യിൽ കുറച്ച് ക്യാമറയുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, ബൾബ് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്, മനസ്സിലായോ? പക്ഷെ ഇതിനെല്ലാം കൂടെ നമ്മളൊരു സാമാന്യ നാമത്തിൽ പറയുന്ന എന്താ? ഇലക്ട്രോണിക്സ് എന്ന് പറയും, മനസ്സിലായോ? ഇലക്ട്രോണിക്സ്. അപ്പൊ അങ്ങനെ വരുന്നേ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ പൊതുവായി വരുന്ന ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ നമ്മൾ പറയുന്ന പേരാണ് സാമാന്യനാമം എന്ന്. ക്ലിയർ ആയില്ലേ? അടുത്ത മേയനാമമാണ്. അതായത് ദ്രവ്യനാമത്തിലെ 3ാമത്തെ ഘടകമാണ് മേയനാമം. അത് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്ത നാമങ്ങളാണ്. അളന്ന് തിട്ടപ്പെടുത്താൻ, അതായത് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആകാശം, വായു, വെയിൽ, ഭൂമി. നമുക്ക് ഒരു കാരണവശാലും അതിനെ ഒന്നും അളക്കാൻ പറ്റില്ല. നമുക്ക് ആകാശത്തെ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. ഭൂമിയെ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുമോ? വെയിലിന് എത്രത്തോളം വെയിൽ, എത്ര കിലോ വെയിൽ നമുക്ക് ഒരു ദിവസം അങ്ങനെ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുമോ? ഇല്ല അല്ലെ. അതുപോലെ തന്നെ വായു, നമ്മൾ ഈ ശ്വസിക്കുന്ന വായു നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഈ വായുവിനെ നമുക്ക് അങ്ങനെ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്തത് എന്തൊക്കെയാണോ അതിനെ നമ്മൾ മേയനാമം എന്ന് പറയുന്നു. മനസ്സിലായോ? അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്തത് എന്തൊക്കെയാണോ അതിനെ എന്താ പറയുക? മേയനാമം എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ദ്രവ്യനാമത്തിലെ നമ്മൾ 3ാമത്തെ ഘടകവും പഠിച്ചു കഴിഞ്ഞു അല്ലെ. സജ്ജനാമം പറഞ്ഞു, സാമാന്യനാമം പറഞ്ഞു, മേയനാമം പറഞ്ഞു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, സർവനാമം. എന്താണ് ഈ സർവനാമം? ഒരു നാമത്തിന് പകരം നിൽക്കുന്ന നാമസമാനമായിട്ടുള്ള പദങ്ങളാണ് എന്തെന്ന് പറയുന്നത്? സർവനാമം എന്ന് പറയുന്നത്. എന്താ? ഒരു നാമത്തിന് പകരം നിൽക്കുന്ന നാമസമാനമായിട്ടുള്ള പദങ്ങളാണ് എന്തെന്ന് പറയുന്നത്? സർവനാമം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയാ, അവിടെ അനു എന്ന് പറയുന്ന ഒരു കുട്ടി നിൽക്കുന്നു. ഞാനിപ്പോ ഒരാളോട് പറയുന്ന അവൾ പറയുന്നത് കേട്ടു. അപ്പൊ ഈ അനു എന്ന് പറയുന്ന കുട്ടിയെ ഞാൻ അവിടെ സംബോധന ചെയ്ത് എങ്ങനെ? അവൾ. മനസ്സിലായോ? അപ്പൊ ഒരാളെ നമ്മൾ മറ്റൊരു പേരിൽ വിളിക്കില്ലേ? അവൾ, അവൻ, അവർ, അങ്ങനെയൊക്കെ പറയുന്നതിനെ, ഒരു നാമത്തിനെ നമ്മൾ മറ്റൊരു പദത്തിൽ അവരെ വിശേഷിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സർവനാമം എന്ന് പറയുന്നത്. മനസ്സിലായോ? അവൾ, അവൻ, അവർ, അങ്ങനെയൊക്കെയുള്ള. അപ്പൊ ഞാൻ പറയാണ്, ഇപ്പം ഞാനിവിടെ നിൽക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് ഒരാൾ പറയുന്നുണ്ട്, അതുകൊണ്ട് അവൾ അവിടെ ക്ലാസ് എടുക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഈ മനുപ്രിയ എന്ന് പറയുന്ന എന്നെയാണ് അവിടെ അവൾ എന്ന് പറയുന്നത്. അപ്പൊ മനുപ്രിയ എന്ന നാമത്തിന് പകരമായിട്ട് അവർ ഉപയോഗിച്ച ഒരു പകരനാമമാണ് അവൾ എന്നുള്ള പദം. മനസ്സിലായോ? നന്ദു അവിടെ ഇരുന്ന് കളിക്കുന്നു എന്ന് പറയുകയാണ്. നന്ദു എന്നുള്ളതാണ് അവിടുത്തെ നാമം. മനസ്സിലായോ? അപ്പൊ ഞാനത് മാറ്റി പറയുകയാണ്, നന്ദു എന്നുള്ള അവൻ അവിടെ ഇരുന്ന് കളിക്കുകയാണ്. അപ്പൊ ആ നന്ദു എന്ന നാമത്തിന് പകരം ഞാൻ അവിടെ ഉപയോഗിച്ച നാമസമാനമായിട്ടുള്ള പദമാണ് അവൻ അവിടെ ഇരുന്ന്, അവൻ എന്നുള്ള വാക്ക്. മനസ്സിലായോ? ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പം പിന്നെ നമുക്ക് ഇന്നത്തെ ഈ ദ്രവ്യനാമത്തെ നമ്മളിപ്പോൾ 4ആയിട്ട് തിരിച്ചു അല്ലെ. സംജ്ഞാനാമം എന്നും സാമാന്യനാമം എന്നും മേയനാമം എന്നും സർവനാമം എന്നും നമ്മൾ 4ആയിട്ട് തിരിച്ചു. പക്ഷെ ഇവിടെ വീണ്ടും നമ്മൾ ഈ സർവനാമത്തെ വീണ്ടും നമ്മളൊരു 3ആയിട്ട് തിരിക്കുന്നുണ്ട്. അത് ഉത്തമ പുരുഷനെന്നും മധ്യമ പുരുഷനെന്നും അതുപോലെ തന്നെ പ്രഥമ പുരുഷനെന്നും അങ്ങനെ വീണ്ടും 3ആയിട്ട് തിരിക്കുന്നു. അപ്പം ആദ്യത്തെ ഉത്തമ പുരുഷൻ, ഫസ്റ്റ് പേഴ്സൺ, പറയുന്ന ആളിനെ സൂചിപ്പിക്കുന്നതാണ് ഉത്തമ പുരുഷൻ. ഞാൻ പറഞ്ഞല്ലോ, സർവനാമം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നാമത്തിന് പകരം പ്രയോഗിക്കുന്ന പദത്തെയാണ് നമ്മൾ സർവനാമം എന്ന് പറയുന്നത്. അതിനെ വീണ്ടും നമ്മൾ 3ആയിട്ട് തിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരാളോട് പറയുന്നതാണ് വേറൊരാളെ കുറിച്ച് അല്ലെ. ആ സമയത്താണ് നമ്മൾ സർവനാമം ഉപയോഗിക്കുന്നത്. ഞാനിപ്പോ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്, മൂന്നാമതൊരാളെ കുറിച്ച് പറയുന്നതാണ് ഈ സർവനാമത്തിൽ വരുന്നത്. അപ്പൊ അതിനെ വീണ്ടും 3ആയിട്ട് തിരിക്കുമ്പോൾ ഉത്തമ പുരുഷൻ എന്ന് പറയുന്നത്
ഞാൻ പറയുന്ന ആളിനെ സൂചിപ്പിക്കുന്നതാണ് ഉത്തമ പുരുഷൻ. അതായത് ഞാനാണ് അവിടെ ഇരിക്കുന്ന നന്ദുവിനെ കുറിച്ച് പറയുന്നതെങ്കിൽ അവിടെ ഞാൻ എന്ന് പറയുന്ന ആളാണ് ഉത്തമ പുരുഷൻ. മനസ്സിലായോ? ഇവിടെ അനുവിനോട് പറയുകയാണ് അവിടെ നന്ദു അവിടെ ഇരുന്ന് കളിക്കുന്നു എന്ന്. അവൻ അവിടെ ഇരുന്ന് കളിക്കുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ആരാണ് അവിടെ? ഞാൻ അവിടെ ഉത്തമ പുരുഷനാകുന്നു. മനസ്സിലായോ? പറയുന്ന ആളിനെ സൂചിപ്പിക്കുന്നതാണ് ഉത്തമ പുരുഷൻ. അപ്പൊ അങ്ങനെ വരുമ്പം അവിടെ പ്രയോഗിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാ? നാമങ്ങൾ ഏതൊക്കെയാ? ഞാൻ, എൻ്റെ, ഞങ്ങൾ, നാം, എന്നെ എന്നീ പദങ്ങളൊക്കെ ഉത്തമ പുരുഷനിൽ വരുന്നതാണ്. മനസ്സിലായോ? അതായത് ഇപ്പം ഞാൻ പറഞ്ഞുതരാം, എൻ്റെ പേനയാണിത് എന്ന് പറയുമ്പോൾ എൻ്റെ എന്നുള്ളത് അവിടെ എന്റെയാണ്, അവിടെ ഉത്തമ പുരുഷനാണ്. എൻ്റെ മോൻ നന്ദു അവിടെ ഇരുന്ന് കളിക്കുന്നു, അപ്പൊ അവിടെ എൻ്റെ എന്ന് പറയുന്നത് എന്താണ് അവിടെ ഉത്തമ പുരുഷനാണ്. മനസ്സിലായോ? എൻ്റെ കളിപ്പാട്ടമാണത്, എൻ്റെ എന്നുള്ളത് ഉത്തമ പുരുഷമാണ്. മനസ്സിലായോ? അപ്പൊ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ക്രിസ്മസ് ആഘോഷമാക്കി എന്ന് പറയുമ്പോൾ അവിടെ ഞങ്ങൾ എന്നുള്ളതാണ് അവിടെ ഉത്തമ പുരുഷനാണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ അടുത്ത നോക്കാം. അടുത്ത മധ്യമ പുരുഷനാണ്. ശ്രോതാവിനെ കുറിക്കുന്നതാണ് മധ്യപുരുഷൻ. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ അനുവിനോട് പറയുകയാണ് നന്ദു അവിടെ ഇരുന്ന് കളിക്കുന്നു എന്ന്. ഓക്കെ, അപ്പൊ ഞാൻ ഈ അനുവിനോട് പറയുമ്പോൾ അനു ആണ് കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു അനുവിനോട്, അനു അവിടെ നന്ദു ഇരുന്ന് കളിക്കുന്നു. അപ്പൊ അനു എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവിടെ മധ്യമ പുരുഷനായിട്ട് ഞാൻ പറയുന്നത് കേൾക്കുന്ന ആരാണോ ആ ആളിനെ മധ്യമ പുരുഷൻ, സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നു. നീ, നിന്റെ, നിങ്ങൾ, താങ്കൾ എന്നിവയൊക്കെ അതിനകത്ത് വരും. മനസ്സിലായോ? അപ്പൊ ഞാൻ പറയാം അനുവിനോട് പറയുന്നത്, നീ കണ്ടോ നന്ദു അവിടെ ഇരുന്ന് കളിക്കുന്നു. അപ്പൊ നീ എന്നുള്ള പദം എന്താണ് അവിടെ മധ്യമ പുരുഷനാണ്. അപ്പൊ കേൾക്കുന്ന ആളിനെ സൂചിപ്പിക്കുന്നതാണ് മധ്യമ പുരുഷൻ. അപ്പൊ അടുത്ത പ്രഥമ പുരുഷൻ ആരാ? ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആരെക്കുറിച്ച് പറയുന്നു ആ നാമത്തെ കുറിക്കുന്നതാണ് മൂന്നാമതൊരാള്. അവിടെ നന്ദു കളിക്കുന്നു എന്ന് ഞാൻ അനുവിനോട് പറയുമ്പം അവിടെ ആ നന്ദു ആണ് എന്തെന്ന് പറയുന്നത് പ്രഥമ പുരുഷനായിട്ട് വരുന്നത്, തേർഡ് പേഴ്സൺ ആയിട്ട് വരുന്നത്. ആരെക്കുറിച്ചാണോ നമ്മൾ പറയുന്നത് ആ വ്യക്തിയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത് പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത്. അവൻ, അവൾ, നന്ദു അങ്ങനെയൊക്കെ പറയില്ലേ, അതിനെയൊക്കെയാണ് പറയുന്നത്. അവൻ അവിടെ ഇരുന്ന് കളിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ അനുവിനോട് പറയാം അവൻ അവിടെ ഇരുന്ന് കളിക്കുകയാണ്. അപ്പൊ ഞാൻ ആരാ? പ്രഥമ പുരുഷൻ. സോറി, ഞാൻ അനുവിനോട് പറയുകയാണ് അവൻ അവിടെ ഇരുന്ന് കളിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ആരാ? ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, കളിക്കുന്ന ആള് ആരാ? അവൻ എന്ന് പറഞ്ഞ ആരാ? അത് നമ്മുടെ പ്രഥമ പുരുഷനും ആകുന്നു. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇതിക്കുള്ള എങ്ങനെ പറഞ്ഞുതരാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് ഞാൻ പറയുന്ന ആള് ഉത്തമ പുരുഷനും കേൾക്കുന്ന ആള് മധ്യമ പുരുഷനും ആരെക്കുറിച്ചാണോ പറയുന്നത് അവര് പ്രഥമ പുരുഷനും ആകുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ദ്രവ്യനാമത്തിന്റെ ഭാഗത്തുനിന്ന് പഠിക്കാനുള്ളത്. ക്ലിയർ ആയില്ലേ? അടുത്ത നാമം എന്ന് പറയുന്നത് ഗുണനാമമാണ് അല്ലെ. നമ്മൾ പറഞ്ഞു 4 നാമങ്ങളുണ്ട്. ദ്രവ്യനാമം നമ്മൾ പറഞ്ഞു. അടുത്ത ക്രിയാനാമത്തിലോട്ടാണ് പോകുന്നത്. ക്രിയാനാമമാണ് രണ്ടാമത് വരുന്നത്. ഞാൻ പക്ഷെ ഗുണനാമത്തെ കുറിച്ചാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഗുണനാമം എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു വസ്തുക്കളിലോ ജീവികളിലോ മനുഷ്യരിലോ കാണുന്ന ഗുണത്തെ കുറിക്കുന്നതാണ് ഗുണനാമം. ഏതെങ്കിലും വസ്തുക്കളിലോ ജീവികളിലോ മനുഷ്യരിലോ കാണുന്ന ഗുണത്തെ കുറിക്കുന്നതാണ് ഗുണനാമം. അതായത് അസൂയ, കൊതി, സൗന്ദര്യം, മിടുക്ക്, അവനെ കാണുന്ന എന്ത് സുന്ദരനാണ് അല്ലെ. അപ്പൊ അവനെ കുറിക്കുന്ന ഗുണം എന്ന് പറയുന്നത് എന്താണ്? അവന്റെ സൗന്ദര്യം. സുന്ദരനാണ് എന്ന് പറഞ്ഞാണ് അല്ലെ. അവൻ ഭയങ്കര മിടുക്കിയാണ്. അപ്പൊ അവന്റെ ഗുണം എന്താ? മിടുക്കി എന്നുള്ളതാണ് അവന്റെ ഗുണം. അവൻ പഠിക്കാൻ മിടുക്കനാണ്. അപ്പൊ അവന്റെ ഗുണം എന്താ? മിടുക്കൻ എന്നുള്ളതാണ്. അവൻ എന്തൊരു കൊതിയാണ് അല്ലേ. അവന് മാങ്ങ ഭയങ്കര കൊതിയാണ്. അവൻ ഐസ്ക്രീം ഭയങ്കര കൊതിയാണ്. അപ്പൊ അവനെ കുറിക്കുന്ന ഗുണം എന്ന് പറയുന്നത് എന്താണ്? കൊതിയാണ്. മനസ്സിലായോ? അപ്പൊ അവന്റെ ഹെയർ കളർ കണ്ടോ എന്ത് ഭംഗിയാണല്ലേ അല്ലെ. അപ്പൊ നിറത്തെക്കുറിച്ചോ എന്തെങ്കിലും സൗന്ദര്യത്തെക്കുറിച്ചോ മിടുക്കിനെ കുറിച്ചോ അസൂയെക്കുറിച്ചോ കൊതിയെക്കുറിച്ചോ ഒക്കെ പറയുന്ന എന്താണ്? ഒരാളെ കുറിച്ച് പറയുന്ന ഗുണത്തെയാണ് നമ്മൾ ഗുണനാമം എന്ന്. ആ പേരിൽ തന്നെയാണ് ഗുണത്തെ കുറിക്കുന്നതാണ് ഗുണനാമം. അതുപോലെ അടുത്ത ക്രിയാനാമം. ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന നാമമാണ് ക്രിയാനാമം. ചാടുക, ഉറക്കം, പഠനം ഇതൊക്കെയാണ്
എന്താണ് ക്രിയാനാമത്തിന് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. പാടുക എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്രിയയാണ്. അതിന്റെ ക്രിയാനാമം എന്ന് പറയുന്നത് എന്താണ്? പാട്ട് എന്നുള്ളതാണ് അതിന്റെ ക്രിയാനാമം. ചാടുക എന്നുള്ള ഒരു ക്രിയയാണ്, ഒരു പ്രവൃത്തിയാണ്. മനസ്സിലായോ? ക്രിയ എന്ന് വെച്ചാൽ ഒരു പ്രവൃത്തിയാണ്. പാടുക, ചാടുക, ഓടുക, നടക്കുക, ഇതൊക്കെ എന്താണ്? ക്രിയകളാണ്, പ്രവൃത്തികളാണ്. അപ്പൊ അതിന്റെ ക്രിയാനാമം എന്ന് പറയുന്നത് പാടുക, പാട്ട്, ചാടുക, ചാട്ടം, വീഴുക, വീഴ്ച, കാണുക, കാഴ്ച. അപ്പം ഇങ്ങനെയുള്ള ക്രിയകളെ ക്രിയാനാമമാക്കി മാറ്റും നമ്മൾ, അല്ലെ? അപ്പൊ ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിയാനാമം. ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന നാമത്തെയാണ് നമ്മൾ ക്രിയാനാമം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്ത എന്താ? സമൂഹനാമം. സമൂഹനാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ കൂട്ടത്തെ കുറിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സമൂഹനാമം എന്ന് പറയുന്നത് സമൂഹത്തെ അല്ലെങ്കിൽ കൂട്ടത്തെ കുറിക്കുന്ന നാമമാണ് സമൂഹനാമം. സംഘം, യോഗം, സഭ, കുലം, ഇതൊക്കെയാണ് ഉദാഹരണം. അതായത് ഒരു ഗ്യാങ് ആയിട്ട് ഇരിക്കുന്നതിനെ, അതായത് നമ്മൾ ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമൂഹനാമം. അതായത് എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ, അതായത് NSS, നമുക്ക് സ്കൂളുകളിൽ NSS ഒക്കെ ഇല്ലേ? അപ്പൊ NSS എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ട്, അല്ലെ? ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെയൊക്കെ എന്താ? സമൂഹനാമം എന്നാണ് പറയുന്നത്. NSS, NCC ഗ്രൂപ്പ് ഉണ്ട്, അല്ലെ? അപ്പൊ അതിനെന്താ? അതൊരു സമൂഹമാണ്, അല്ലെ? NCC എന്ന് പറയുന്നത് എന്താണ്? എന്തു നാമമാണ്? ഒരു സമൂഹനാമമാണ്. മനസ്സിലായോ? ഒരു ഗ്രൂപ്പിനെ നമ്മൾ കുറിക്കുന്നതാണ് സമൂഹനാമം. ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ കുറിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സമൂഹനാമം. മനസ്സിലായോ? അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു നാമത്തിന്റെ പേരിൽ വരുന്നത്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മളിപ്പം നാമത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നാമത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്താ പറഞ്ഞേ? അതിനെ 4ആയിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞു. ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം, സമൂഹനാമം എന്ന് പറഞ്ഞു. ദ്രവ്യനാമം പറഞ്ഞപ്പോൾ നമ്മൾ അതിനെ വീണ്ടും തിരിച്ചു. എന്തായിട്ടാ തിരിച്ചത്? സംജ്ഞാനാമമാണ്. അതുപോലെ തന്നെ സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം എന്ന് പറഞ്ഞ് തിരിച്ചു. വീണ്ടും നമ്മൾ അവിടെ സർവനാമത്തെ പിന്നെ അവിടെ വീണ്ടും 3ആയിട്ട് തിരിച്ചു. പ്രഥമ പുരുഷൻ, മധ്യമ പുരുഷൻ, ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും 3ആയിട്ട് തിരിച്ചു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള എല്ലാ നാമങ്ങളെ കുറിച്ചും പറഞ്ഞു, അല്ലെ? അപ്പൊ ഇത്രയുമാണ് നമുക്ക് നാമത്തിന്റെ ഭാഗത്തു നിന്ന് ബേസിക് ആയിട്ട് പഠിക്കാനുള്ള കാര്യം. ഇത്രയും പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി അങ്ങോട്ട് ഒരു ഇത് വേണമല്ലോ, ചെയിനിങ് വേണമല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും മനസ്സിലാകത്തില്ല. ഇത്രയും പഠിച്ചെങ്കിൽ മാത്രമേ ബാക്കി അങ്ങോട്ട് നമുക്ക് ഗ്രാമറിലോട്ട് കടക്കാൻ പറ്റുള്ളൂ, മലയാളം ഗ്രാമറിലോട്ട് കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും മനസ്സിലായി ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.